ഒമാനിൽ പ്രവാസികൾക്ക് കുടുംബ വിസ ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പളം 600 റിയാലാക്കി ഉയർത്തി. ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ഇനി കുടുംബത്തെ കൊണ്ടുവരാൻ സാധിക്കൂ. തീരുമാനം സാധാരണക്കാരായ ആയിരക്കണക്കിന് പ്രവാസികളെ ബാധിക്കും. ഒമാനിൽ ഫാമിലി വിസ ലഭിക്കുന്നതിനുള്ള മിനിമം ശമ്പളം 350 റിയാലിൽ നിന്നാണ് കുത്തനെ 600 റിയാലാക്കി വർദ്ധിപ്പിച്ചത്. ഇതു സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഇന്നാണ് റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ടത്. തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ 600 റിയാലിൽ കുറഞ്ഞ ശമ്പളമുള്ളവരുടെ ഫാമിലി വിസ അപേക്ഷകൾ പാസ്പോർട്ട് ആൻഡ് റെസിഡൻസി വിഭാഗം നിരാകരിച്ചു തുടങ്ങിയിരുന്നു. നിരവധി പേരുടെ അപേക്ഷകളാണ് ഇത്തരത്തിൽ നിരാകരിക്കപ്പെട്ടത്. ഒമാനിലെ നല്ലൊരു പങ്ക് പ്രവാസികളും 500 റിയാലിന് താഴെ മാത്രം ശമ്പളം ലഭിക്കുന്നവരാണ്. തൊഴിൽ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഫാമിലി വിസയ്ക്കുള്ള മിനിമം ശമ്പളം ഉയർത്തുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിപ്പിൽ വ്യക്തമാക്കി. ഫാമിലി വിസ ഉയർന്ന തസ്തികയിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഫാമിലി വിസ അപേക്ഷയ്ക്കൊപ്പം സാക്ഷ്യപ്പെടുത്തിയ വാടക കരാറിൻ്റെ പകർപ്പ് സമർപ്പിക്കണമെന്ന നിർദ്ദേശവും ജൂൺ മുതൽ കർശനമാക്കിയിരുന്നു. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കുടുംബത്തെ കൊണ്ടുവരാനുള്ള നിയന്ത്രണം കുറവായിരുന്നു ഒമാനിൽ ഇതുവരെ. എന്നാൽ മിനിമം ശമ്പളം 600 ആക്കി ഉയർത്തിയോടെ നിരവധി കുറഞ്ഞ വരുമാനക്കാർക്ക് പുതിയ തീരുമാനം തിരിച്ചടിയായി മാറും. ക്യാമറാമാൻ ഷമീറിനൊപ്പം ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷിനോജ് കെ ഷംസുദ്ദീൻ ചേരുന്നു മസ്കത്തിൽ നിന്ന്. ഷിനോജ്, ഈ പുതിയ സംവിധാനം, പുതിയ നിയന്ത്രണം എങ്ങനെയാണ് പ്രവാസികളെ ബാധിക്കുക? എത്ര കുടുംബങ്ങൾക്ക് തിരികെ വരേണ്ടി വരും ഇനി മുതൽ? അജീംസ്, ഏകദേശം 7 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഒമാനിലുള്ളത്. അതിൽ 80% ഇന്ത്യക്കാരെയും ഈ തീരുമാനം ബാധിക്കും. നിലവിൽ ഫാമിലി വിസയിൽ കഴിയുന്നവരെ ഇത് ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം അവരുടെ വിസ പുതുക്കുമ്പോൾ ഇനി ഇത്തരം രേഖകളും ശമ്പളത്തിന്റെ പരിധിയും ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. ഈ മാസം തുടക്കം മുതലാണ് പുതിയ ഫാമിലി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ 600 റിയാലെങ്കിലും കുറഞ്ഞ വരുമാനം വേണമെന്നുള്ള നിഷ്കർഷ അധികൃതർ മുന്നോട്ട് വെച്ചത്. നേരത്തെ 350 റിയാൽ ഉള്ളവർക്ക് പോലും ഒമാനിലേക്ക് കുടുംബത്തെ കൊണ്ടുവരാമായിരുന്നു. തൊട്ടടുത്ത അയൽ രാജ്യമായ UAE-യിൽ 4000 ദിർഹം, അതായത് 400 റിയാലിനോട് തുല്യമായ തുക ശമ്പളം ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം എന്നുള്ളതാണ് നിയമം. UAE അപേക്ഷിച്ച് ഒമാനിൽ വാടക നിരക്ക് തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വരുമാനക്കാരായ ലക്ഷക്കണക്കിന് പേർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ കുടുംബവുമായി കഴിയുന്നുണ്ട്. അവരെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അജിംസ്, വിവരങ്ങൾ നൽകിയത് ഷിനോജ് കെ ഷംസുദ്ദീൻ, ഞങ്ങളുടെ പ്രതിനിധി മസ്കത്തിൽ നിന്ന്. ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ സൈറ്റ് നിയന്ത്രണ വിധേയമാക്കിയതായി മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ മുസ്ലിം ബ്രദർഹുഡ് അനുഭാവികളുടെ ലിസ്റ്റ് തയ്യാറാക്കി. ബ്രദർഹുഡ് പ്രവർത്തനങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ ലിസ്റ്റിൽ രാജ്യത്തെ പല പ്രമുഖരുടെയും പേരുകൾ ഉൾപ്പെട്ടതായാണ് വിവരം. ഈജിപ്തിലെ കലുഷിത സാഹചര്യങ്ങൾ മുൻനിർത്തിയാണ് സെൻട്രൽ ബാങ്ക് രാജ്യത്തെ മുസ്ലിം ബ്രദർഹുഡ് അനുഭാവികളുടെ പട്ടിക തയ്യാറാക്കിയത്. ബ്രദർഹുഡ് പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നതായി സംശയിക്കുന്ന വ്യക്തികളുടെ പേരും അക്കൗണ്ടും ബാങ്ക് ബാലൻസും അടങ്ങുന്ന റിപ്പോർട്ടിൽ വിദേശികളും സ്വദേശികളുമായ പല പ്രമുഖരും ഉൾപ്പെട്ടതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ചില അക്കൗണ്ടുകളിലൂടെ സംശയകരമായ ഇടപാടുകൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു ബാങ്ക് നിരീക്ഷണം തുടങ്ങിയത്. ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ തെളിവ് ലഭിച്ചതോടെയാണ് പ്രത്യേക പട്ടിക ഉണ്ടാക്കാൻ ബാങ്ക് തീരുമാനിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പട്ടിക സർക്കാരിന് കൈമാറുന്നതോടെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് മേൽ കടുത്ത നിരീക്ഷണങ്ങളും യാത്രാവിലക്കുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകുമെന്നും വാർത്തയിൽ ബാങ്ക് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഈജിപ്തിലെ സൈനിക ഭരണകൂടത്തിന് പ്രത്യക്ഷ പിന്തുണ നൽകിയ കുവൈറ്റ് മുർസി അനുകൂല പ്രകടനം നടത്തിയതിന് 15 ഈജിപ്തുകാരെ ദിവസങ്ങൾക്ക് മുമ്പ് നാടുകടത്തിയിരുന്നു. മീഡിയ 1, കുവൈറ്റ്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ സേവനത്തിന് മദീനയിൽ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നു. അക്ബർ ചാലിയമാണ് ഫോറത്തിന്റെ പ്രസിഡന്റ്. റഷീദ് പേരാമ്പ്രയെ ജനറൽ സെക്രട്ടറിയായും അഷ്റഫ് ചൊക്ലിയെ ജനറൽ കൺവീനറായും അൽത്താഫ് കൂട്ടിലങ്ങാടിയെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു. കുവൈത്തിലെ സർക്കാർ ആശുപത്രികളിൽ രാവിലെ ചികിത്സാ സമയം സ്വദേശികൾക്കായി പരിമിതപ്പെടുത്തുന്നതിന് മന്ത്രി അനുമതി നൽകി. ജഹ്റ ആശുപത്രിയിൽ നടത്തിയ പരീക്ഷണം വിജയകരമാണെന്ന റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്. കഴിഞ്ഞ മാർച്ചിലായിരുന്നു കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം സമയപരിഷ്കരണം നടപ്പാക്കിയത്.
പ്രഭാതവേളകളിലെ സേവനങ്ങൾ സ്വദേശികൾക്ക് മാത്രമാക്കിയതിലൂടെ ആശുപത്രികളിലെ തിരക്ക് കുറക്കുകയായിരുന്നു ലക്ഷ്യം. പരീക്ഷണാടിസ്ഥാനത്തിൽ ജഹറ ആശുപത്രിയിൽ മാത്രം നടപ്പാക്കിയ പരിഷ്കരണം തൃപ്തികരമാണെന്ന റിപ്പോർട്ട് മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് കൈമാറിയിരുന്നു. ഇതേ തുടർന്നാണ് പരിഷ്കരണം രാജ്യത്തെ മുഴുവൻ ആശുപത്രികളിലേക്കും വ്യാപിപ്പിക്കാൻ മന്ത്രി അനുമതി നൽകിയത്. ആരോഗ്യ മന്ത്രാലയത്തിലെ മെഡിക്കൽ സോൺ കൗൺസിലിന്റെ അടുത്ത യോഗത്തിന് പിന്നാലെ മന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. രാജ്യത്തെ ഡോക്ടർമാരുടെ സംഘടനയായ കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷൻ സമയപരിഷ്കരണത്തെ എതിർത്തിരുന്നു. നടപടി വിദേശികളായ രോഗികളോട് കാണിക്കുന്ന വിവേചനമാണെന്നും ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്നുമായിരുന്നു സംഘടനയുടെ വാദം. ചില മാധ്യമങ്ങളും സർക്കാർ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് എമർജൻസി ട്രോമ യൂണിറ്റുകൾക്കും മറ്റു അടിയന്തര സേവനങ്ങൾക്കും പരിഷ്കരണം ബാധകമാക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ തീരുമാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുകയായിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ്. കുവൈത്തിലെ മലയാളികൾക്കായി പ്രമുഖ പ്രവാസി യുവജന സംഘടനയായ യൂത്ത് ഇന്ത്യ കുവൈറ്റ് സംഘടിപ്പിച്ച നീന്തൽ മത്സരം ശ്രദ്ധേയമായി. സ്പോർട്ടിംഗ് ക്ലബ് സ്വിമ്മിംഗ് കോംപ്ലക്സിൽ മേഖലാ അടിസ്ഥാനത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ അബ്ബാസിയ സോൺ ചാമ്പ്യന്മാരായി. ഫഹാഹിൽ സോൺ രണ്ടാം സ്ഥാനത്തെത്തി. വ്യക്തിഗത ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സനീജ് നേടി. വിജയികൾക്ക് ഏഷ്യൻ കൾച്ചറൽ ഫോറം ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ദുവൈജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. റാസൽ ഖൈമയുടെ ഭാഗമായ ഷൗഖ പ്രദേശത്ത് ഇന്ന് നേരിയ തോതിൽ മഴ പെയ്തു. ഫുജൈറയിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. അബുദാബി, ദുബായ് ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ചൂടിന്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്. താപനിലയിൽ ഇനിയും മാറ്റം വരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഖത്തറിലെ ഹോട്ടൽ വ്യവസായ വളർച്ച ജൂലൈ മാസത്തിൽ മാത്രം 10% വരെ വർദ്ധിച്ചതായി റിപ്പോർട്ട്. STR ഗ്ലോബലിന്റെ പുതിയ രേഖകളിലാണ് ഖത്തറിലെ ഹോട്ടൽ മേഖലയിലെ വളർച്ചയെക്കുറിച്ചുള്ള രേഖകൾ പ്രസിദ്ധപ്പെടുത്തിയത്. ലോകത്തെ വിവിധ ഹോട്ടലുകളുടെ ആവശ്യങ്ങളും വിതരണവും കൈകാര്യം ചെയ്യുന്ന അമേരിക്കൻ കമ്പനിയാണ് സ്മിത്ത് ട്രാവൽസ് റിസർച്ച് കമ്പനി. മിഡിൽ ഈസ്റ്റിൽ ഹോട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന ഏക രാജ്യം ഖത്തറാണെന്ന് STRന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 48.2% വർധനമാണ് ഹോട്ടൽ വ്യവഹാരത്തിന്റെ കണക്കിൽ ഖത്തറിനുണ്ടായതെന്ന് STRന്റെ പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. രാജ്യത്ത് ലഭ്യമായ റൂമുകളുടെ വളർച്ചാ നിരക്ക് 4.5 ഇത്. വ്യവഹാരത്തിലെ നിരക്ക് വർദ്ധിച്ചതോടെ ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വർദ്ധിച്ചു. 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് മാത്രം 20% വരുമാനമാണ് ഇത്തവണ വർദ്ധിച്ചത്. ടൂറിസം മേഖലയിൽ ഖത്തറിന്റെ പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നതെന്ന് ഖത്തർ ടൂറിസം അതോറിറ്റി ചെയർമാൻ ഇസാ മുഹമ്മദ് അൽ മഹന്നദി വ്യക്തമാക്കി. 2013 21,000 ഹോട്ടൽ റൂമുകൾ ഉപയോഗസജ്ജമാകുമെന്ന് ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റമീസ് ചാത്യാറ, മീഡിയ വൺ, ഖത്തർ. അന്താരാഷ്ട്ര ഓൺലൈൻ സെക്സ് റാക്കറ്റ് കുവൈത്തിലെ ഫിലിപ്പൈൻ യുവതികളെ ഉപയോഗപ്പെടുത്തുന്നതായി സംശയം. പ്രത്യേക മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡേറ്റിംഗ് നെറ്റ്വർക്കിൽ കുവൈത്ത് വിലാസത്തിലുള്ള യുവതികളുടെ 100 കണക്കിന് പ്രൊഫൈലുകൾ കണ്ടെത്തി. സൈറ്റിലെ മേൽവിലാസങ്ങൾ പലതും സ്വദേശി താമസ മേഖലകളായതിനാൽ വീട്ടുജോലിക്കാരായ യുവതികൾ ഉൾപ്പെട്ടിരിക്കാനാണ് സാധ്യത. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ മഹ്മൂദ് അൽ തബാഖ് അറിയിച്ചു. രാജ്യത്ത് ബ്യൂട്ടി പാർലറുകൾ കേന്ദ്രീകരിച്ച് ഏഷ്യൻ യുവതികളെ വേശ്യാവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുന്നതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഖത്തറിന്റെ പ്രഥമ കൃത്രിമ ഉപഗ്രഹമായ സുഹൈൽ 1ന്റെ പ്രവർത്തനം ഇനി മുതൽ ഖത്തർ സാറ്റലൈറ്റ് കമ്പനിയുടെ CMC വിഭാഗം കൈകാര്യം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്രഞ്ച് ഗയാനയിലെ സ്പേസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സുഹൈൽ 1 വിക്ഷേപണം ചെയ്തത്. ഫ്രഞ്ച് ഗുവാനയിലെ വിജയകരമായ ഉപഗ്രഹ വിക്ഷേപണത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് ഖത്തർ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ഹെസ്സ അൽ ജാബറിന്റെ കീഴിലെ സംഘം ഖത്തറിൽ തിരിച്ചെത്തിയത്. പ്രഥമ കൃത്രിമോപഗ്രഹത്തിന്റെ പരിപൂർണ പ്രവർത്തനം ഖത്തർ സാറ്റലൈറ്റ് കമ്പനിയുടെ കീഴിലുള്ള കപ്പാസിറ്റി മാനേജ്മെന്റ് സെന്റർ നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സെന്ററിന്റെ എഞ്ചിനീയർമാരായിരിക്കും ഇനി മുതൽ ഉപഗ്രഹത്തിന്റെ സിഗ്നലും മറ്റു സേവനങ്ങളും നിർവഹിക്കുകയെന്നും ഖത്തർ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. മീന പ്രദേശങ്ങളിലാണ് സുഹൈൽ 1ന്റെ സേവനം ലഭ്യമാകുക. ടെലിവിഷൻ, ഇന്റർനെറ്റ്, ശബ്ദം തുടങ്ങിയ ആശയവിനിമയ സേവനങ്ങളാണ് സുഹൈൽ 1 നൽകുന്നതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ടെലിവിഷൻ മേഖലയിലെ നൂതന സംവിധാനമായ HD TVയും SD TVയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് കൃത്രിമോപഗ്രഹം സംവിധാനിച്ചിരിക്കുന്നത്. ഹുസ്ന റമീസ്, മീഡിയ വൺ, ഖത്തർ. ദുബായ് RTA ആധുനികവൽക്കരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ടെസ്റ്റ് നടത്തുന്ന ഇൻസ്പെക്ടർമാർക്ക് ഐപാഡുകൾ നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് തുടക്കമായി. പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താൻ RTA നടപ്പാക്കുന്ന പുതിയ പദ്ധതികളുടെ ഭാഗമായാണ് ഇതെന്ന് RTA ഡ്രൈവിംഗ് ലൈസൻസിംഗ് അതോറിറ്റി ഡയറക്ടർ സുൽത്താൻ അൽ മർസൂഖി അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ ഇൻസ്പെക്ടർമാർ നടപടിക്രമങ്ങളെല്ലാം ഐപാഡിൽ പകർത്തും. അപേക്ഷകർ വരുത്തുന്ന പിഴവുകളെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് ഇത് ഉപകരിക്കും.
സ്ഫോടക വസ്തുക്കളുമായി ദുബായ് പ്രോസിക്യൂഷൻ കെട്ടിടത്തിന് മുമ്പാകെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ഉസ്ബെക്കിസ്ഥാൻ വനിത മണിക്കൂറുകൾ പരിഭ്രാന്തി പരത്തി. ജയിലിൽ കഴിയുന്ന ഭർത്താവിനെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ഇളയ മകനുമായി ഇവർ ആത്മഹത്യാ ഭീഷണി ഉയർത്തിയത്. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം വേണമെന്നും ഈ 32കാരി വാദിച്ചു. ദുബായ് പോലീസ് ആക്ടിംഗ് മേധാവി മേജർ ജനറൽ ഖമീസ് മത്താർ അൽ മസീനയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഏറെ നേരത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് യുവതിയെ കീഴടക്കിയത്. സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്ന വിദഗ്ധ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മുൻകരുതലിന്റെ ഭാഗമായി ആളുകളെ കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിക്കാനും അധികൃതർ മറന്നില്ല. വായന മരിക്കുന്നു എന്ന വിലാപങ്ങൾക്കിടയിൽ മറുനാട്ടിൽ വായനയുടെ ഇത്തിരി വെട്ടം അണയാതെ സൂക്ഷിക്കുകയാണ് ഷൗക്കത്ത് അലി. കഴിഞ്ഞ 26 വർഷമായി ഒമാനിലെ ഏക മലയാള പുസ്തക വിതരണ സ്ഥാപനം നടത്തുകയാണ് പത്തനംതിട്ട സ്വദേശിയായ ഇദ്ദേഹം. പ്രവാസ ലോകത്ത് മലയാള ഭാഷാ പ്രേമികൾക്ക് പുസ്തകങ്ങൾ എത്തിക്കാനുള്ള ഷൗക്കത്ത് അലിയുടെ ഉദ്യമം തുടങ്ങിയിട്ട് ഈ മാസം 26 വർഷം പിന്നിടുന്നു. നാട്ടിൽ നിന്ന് പുസ്തകങ്ങൾ ഒമാനിലെത്തിച്ച് വിൽപ്പന നടത്തുന്നതിനു പുറമെ ഏറെക്കാലം 100 കണക്കിന് അംഗങ്ങളുള്ള ലൈബ്രറിയും ഇദ്ദേഹം നടത്തിയിരുന്നു. മലയാളത്തിൽ DC ഉൾപ്പെടെ ഒട്ടുമിക്ക ഇന്ത്യൻ പ്രസാധകരുടെയും പുസ്തകങ്ങൾ ഒമാനിലെത്തിക്കുന്നത് പത്തനംതിട്ട വായ്പൂർ സ്വദേശിയായ ഷൗക്കത്ത് അലിയുടെ അൽബാജ് ബുക്സാണ്. ഈ രംഗം തനിക്ക് ബിസിനസ്സിനേക്കാൾ ഉപരി വികാരമാണെന്ന് ഷൗക്കത്ത് പറയുന്നു. ലുലു ഉൾപ്പെടെ ഒട്ടുമിക്ക ഷോപ്പിംഗ് മാളുകളിലും പുസ്തകം എത്തിക്കുന്നത് ഇദ്ദേഹമാണ്. പിന്നെ അത് കഴിഞ്ഞ് 87 അന്ന് മലയാളം ന്യൂസ് പേപ്പർ കിട്ടുന്ന ഒരു സ്ഥാപനം, നമ്മുടെ ഒരു സ്ഥാപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂവിയിൽ. പിന്നെ അത് കഴിഞ്ഞ് 90 ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ മലയാള പുസ്തകങ്ങൾ, മാഗസിൻസും ന്യൂസ് പേപ്പറും ഒഴികെ മലയാള പുസ്തകങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മലയാള പുസ്തകങ്ങൾക്ക് ഇടം നേടിക്കൊടുക്കുന്നതിൽ ഇദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മലയാള പുസ്തകങ്ങൾ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും എത്തുന്നുണ്ട്. മലയാള സാഹിത്യ പ്രതിഭകളെ ആദരിക്കാൻ 2 വർഷം മുമ്പ് ഒമാൻ കേരള സാഹിത്യ പുരസ്കാരം എന്ന പേരിൽ ഇദ്ദേഹം അവാർഡും ഏർപ്പെടുത്തി. ബെന്യാമിനും M. മുകുന്ദനുമാണ് അവാർഡിന് അർഹരായത്. ഗൾഫിൽ മലയാള വായന തളരുന്നില്ല, പകരം സജീവമാവുകയാണെന്നാണ് ഷൗക്കത്തിൻ്റെ വിലയിരുത്തൽ. 2-3 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന പുസ്തകം നമ്മുടെ ബെന്യാമിൻ്റെ ആടുജീവിതം തന്നെയാണ്. കഴിഞ്ഞ ഒരു 1-2 മാസം വരെ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ. ഇപ്പോൾ കുറച്ച് ദിവസം ഇതായിട്ട് മാത്രമേ ഉള്ളൂ എൻ്റെ ഇത്. എനിക്ക് തോന്നുന്നൊരു 3 വർഷം കൊണ്ട് ഒരു 3500 കോപ്പിയിലധികം ഈ ഒമാൻ്റെ മാർക്കറ്റിൽ നമ്മൾ വിറ്റഴിച്ചിട്ടുണ്ട്. സ്വദേശിവൽക്കരണത്തെ തുടർന്ന് ഇല്ലാതായ ലൈബ്രറി പുനർജീവിപ്പിക്കാനും ഇന്ത്യൻ പുസ്തകങ്ങൾക്കായുള്ള പ്രത്യേക ബുക്ക് ഷോപ്പ് തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷൗക്കത്ത് ഇപ്പോൾ. മീഡിയ 1 മസ്കത്ത്. ലബനാനിൽ നിന്ന് പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ കുവൈത്ത് എയർവേസ് പ്രതിദിനം 2 അധിക സർവീസുകൾ തുടങ്ങി. ആഭ്യന്തര സംഘർഷങ്ങളുടെയും മേഖലയിലെ യുദ്ധമുന്നൊരുക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ ലബനാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കണമെന്ന് കുവൈത്ത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നാട്ടിലേക്ക് തിരിക്കാൻ വിമാന സീറ്റ് ലഭ്യമല്ല എന്ന പരാതി പല യാത്രക്കാരും ഉന്നയിച്ചതിനെ തുടർന്നാണ് പ്രതിദിനം 2 അധിക സർവീസുകൾ നടത്താൻ ദേശീയ വിമാന കമ്പനി തയ്യാറായത്. തുനീഷ്യയിൽ വീണ്ടും ഭരണപക്ഷ വിരുദ്ധ റാലി. തലസ്ഥാനമായ തുനീസിലാണ് റാലി നടന്നത്. സർക്കാർ അധികാരത്തിൽ നിന്ന് രാജിവെച്ച് ഒഴിയണമെന്ന് പ്രകടനക്കാർ ആവശ്യപ്പെട്ടു. 100 കണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുത്തത്. പ്രതിഷേധക്കാർ തലസ്ഥാനമായ തുനീസിൽ മനുഷ്യച്ചങ്ങല തീർത്ത് മാർച്ചിൽ അണിനിരന്നു. തുനീഷ്യൻ പതാകയേന്ത്യ പ്രതിഷേധക്കാർ തുനീഷ്യ രക്ഷപ്പെടണമെങ്കിൽ ഭരണകൂടം താഴെയിറങ്ങണമെന്ന മുദ്രാവാക്യമുയർത്തി. തുനീഷ്യൻ രാഷ്ട്രീയത്തിലുള്ള ശുഭാപ്തി വിശ്വാസം ആഴ്ചകളേറെയായി നഷ്ടപ്പെട്ടെന്നും പ്രതിപക്ഷത്തിന് നിയമാനുസൃതമായ ഭരണ കൈമാറ്റം സാധ്യമാക്കാൻ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്നും ഇസ്ലാമിസ്റ്റ് നേതാവ് റാഷിദ് ഖനൂഷി പറഞ്ഞു. ഖനൂഷിയുടെ അന്നഹ്ദ പാർട്ടിയും പ്രതിപക്ഷ പാർട്ടിയും തമ്മിലുള്ള തുടർച്ചയായ കലഹങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന നിലവിലെ രാഷ്ട്രീയ അവസ്ഥയ്ക്ക് ചെറിയൊരു അയവുണ്ടാക്കാൻ കാരണമാകും. كل الاعتصامات الجهوية 100,000 من شباب ونساء ورجال تونس سيكون هنا في القصبة. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇനി ഇന്നത്തെ കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 17.52, UAE ദിർഹം 17.89, ബഹ്റൈൻ ദിനാർ 174.26, ഖത്തർ റിയാൽ 180, കുവൈത്ത് ദിനാർ 230.14, ഒമാൻ റിയാൽ 170.64, ഖത്തർ റിയാൽ 18.04. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭരാത്രി.